ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക്. UN പ്രമേയത്തെ വെല്ലുവിളിച്ച ഗസയിലും ലെബനിലും ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടായി. ഹിസ്ബുള്ള തിരിച്ചടിച്ചുവെന്നും വാർത്ത വരുന്നു. കടുത്ത ഭിന്നതകൾക്കിടയിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ കണ്ടുമുട്ടി എന്ന വാർത്തയും വരുമ്പോൾ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു വിശദാംശങ്ങളുമായി. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ ഗസയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ശരി? എസ്കേൻ, ഗസയില് ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ലോക രാജ്യങ്ങൾ മുഴുവൻ, നമ്മൾ ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ പറയുമ്പോൾ വലിയ വിലയാണ് കൊടുക്കുന്നത്. അവിടെ UN രക്ഷാസമിതി യോഗം ചേർന്ന് ഐക്യകണ്ഠേന അമേരിക്ക മാത്രം വിട്ടുനിന്നു. പക്ഷേ ബാക്കി എല്ലാവരും 14 പേര് 15 അംഗരാജ്യങ്ങളിൽ വോട്ട് ചെയ്തതാണ്. പക്ഷേ ഒരു മാറ്റമില്ല. രക്ഷാസമിതി ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ കുലുങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അമേരിക്ക എന്തുകൊണ്ട് വിട്ടുനിന്നു, എന്തുകൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനൊരു വാശി എന്നോണം രണ്ടിടത്താണ് വലിയ ആക്രമണങ്ങൾ നടന്നത്. ഗസയിലെ, തെക്കൻ ഗസയിലെ, അതുപോലെ തന്നെ റഫയ്ക്ക് അടുത്തുള്ള 3 വീടുകൾക്ക് നേരെയൊക്കെ ബോംബാക്രമണം നടത്തി. 80-ലേറെ പേർ, മിനിഞ്ഞാന്നും 80-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ 24 മണിക്കൂറിനുള്ളിലും 80-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ഇത് മാത്രമല്ല, ലെബനോനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ എന്നുള്ള പേരിൽ ആക്രമണം നടത്തി അവിടെ 8 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ. തിരിച്ച് ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി അവിടെ ഒരാൾ കൊല്ലപ്പെട്ടു. എന്തായാലും ഹെസ്ബുള്ളയും ലെബനിൽ നിന്ന് ഉള്ള ആക്രമണവും ഒപ്പം തന്നെ തിരിച്ചുമുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. SKN ഇതിനിടയിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിലുള്ള കടുത്ത ഭിന്നതയുണ്ടായിരിക്കുന്നു. അമേരിക്കയിൽ ഇലക്ഷൻ ഇയറാണ്. ജോ ബൈഡനെതിരെ വലിയ രീതിയിൽ ഈ ഗസയിൽ ഇസ്രായേലിനെ നിർബന്ധിപ്പിച്ച് വെടിനിർത്തലിന് സാധിക്കുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ജോ ബൈഡനെതിരെ. അത് ട്രംപിൻ്റെ അനുകൂലികളൊക്കെ രംഗത്തുണ്ട്. ഇപ്പോഴത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അതിനേക്കാൾ ശക്തമായിട്ട്, കാരണം അവിടെ നടത്തിയൊരു സർവേയിൽ വന്നിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധം നടത്തുന്നതിനെതിരെയാണ് അമേരിക്കയിലെ ഭൂരിപക്ഷം ജനതയും സർവേയിൽ പങ്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. തുടക്കകാലത്തൊക്കെ ഇസ്രായേലിനെ പിന്തുണച്ചെങ്കിലും മരണസംഖ്യ 37,500 കവിഞ്ഞതോടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണെന്നുള്ള ഇത് വന്നിരിക്കുന്നു. അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി, അമേരിക്കയിലെ പ്രതിരോധ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പ്രതിരോധ മന്ത്രിയാണ്, ലോയിഡ് ഓസ്റ്റിൻ സംസാരിച്ചത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ടാണ്. യോവ് ഗാലൻ്റായിട്ട് പറഞ്ഞത് റഫ ആക്രമിക്കരുത്, റഫ ആക്രമിച്ചാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും, നിങ്ങൾ വെടിനിർത്തൽ സമ്മതിക്കണം. ഈ രീതിയിൽ പോയാൽ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയാണ്. ഇസ്രായേലിനെ രക്ഷിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. നിങ്ങളിങ്ങനെ ഒറ്റപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്, അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി. എന്നുമാത്രമല്ല, ഇസ്രായേലിലും പ്രതിഷേധങ്ങൾ കനക്കുകയാണ് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ട്. പിന്നെ ആരുടെ ആവശ്യമാണ് യുദ്ധം എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. SKN പി ജെയിംസ്, പന്തളം മിന്നിയുടെ ഒരു യൂട്യൂബ് സന്ദേശം, ഇങ്ങനെ ഗസയിൽ വെടിനിർത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, ഒന്ന് പോവുകയെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേട്ട് ആൾക്കാർക്ക് മടുത്തു. ഒരു കാര്യമുണ്ട്, അവിടെ മരിച്ചു വീഴുന്നത് പാവപ്പെട്ട മനുഷ്യരാണ്. അവിടെ ഏതാണ്ട് ഈ പറഞ്ഞ 37,500 പേരിൽ മരിച്ചു വീണ 23,000 പേരും സ്ത്രീകളും കുട്ടികളുമാണ്. അവരുടെ കഥ പറയാതെ എന്ത് വിദേശ വാർത്ത പറയാൻ പറ്റും SKN? അത് കറക്റ്റ് കാര്യം ബി പറഞ്ഞു. ഈ ബ്രിട്ടീഷ് MPമാരുടെയും അതുപോലെ ഇലക്ട്രൽ കമ്മീഷൻ്റെയും ഒക്കെ സൈറ്റുകളിലും അവരുടെ അക്കൗണ്ടുകളിലും ഒക്കെ സൈബർ ആക്രമണം ചൈന നടത്തി എന്ന രീതിയിലൊരു പരാതി വരുന്നുണ്ടല്ലോ. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN ചൈന വ്യാപകമായി ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ ഒപ്പം അമേരിക്കയിലും സൈബർ ആക്രമണം നടത്തിയെന്ന വാർത്തകളാണ് വരുന്നത്. അതിനെതിരെ ബ്രിട്ടൻ കനത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് MPമാരുടെ അക്കൗണ്ടുകളിലേക്കാണ് വലിയ ആക്രമണം നടന്നിട്ടുള്ളത്. ഹാക്കിംഗ് നടത്തിയിരിക്കുകയാണ്. സൈബർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇലക്ട്രൽ കമ്മീഷൻ്റെ പല രഹസ്യങ്ങളും ചൈന ചോർത്തിക്കൊണ്ടുപോയെന്നാണ് ബ്രിട്ടനിൽ പറയുന്നത്. അമേരിക്കയിലും ഏതാണ്ട് തത്തുല്യമായി അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്തുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഡിഫൻസ് കമ്പനികളുടെ രഹസ്യങ്ങൾ ചോർത്തിയെന്ന വാർത്ത വരുന്നു. എന്തായാലും ചൈന ഇതിനോട് വളരെ ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ഞങ്ങളുടെ രഹസ്യങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചോർത്തിക്കൊണ്ടിരിക്കുന്നത്, തിരിച്ച് ഞങ്ങളെ കുറ്റാരോപണം നടത്തുന്നത് ശരിയല്ല എന്ന് ചൈന പറയുന്നു. പഴയ പോലെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള റിവോൾട്ട്, എതിർപ്പും പ്രതിഷേധമൊക്കെ വീണ്ടും ശക്തമാവുകയാണ്. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പ്രധാന വിഷയം ചൈന ഉക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെയാണ്. അവിടെ വല്ലാത്ത രീതിയിലുള്ള അടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഈ വിഷയങ്ങൾ വന്ന സാഹചര്യത്തിൽ ഈ സൈബർ ആക്രമണം വല്ലാതെ ചർച്ചയാവുന്നുണ്ട്. SKN ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ കാണാം.